അനന്തരം യേശു പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. അവന്റെ വസ്ത്രങ്ങൾ മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. സ്വർഗീയ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടവർ മോശയും ഏലിയാവുമായിരുന്നു. നീ ദൈവഹിതം നിറവേറ്റും. നീ യെരൂശലേമിൽ വെച്ച് മരിക്കും. അവർ അവനെ വിട്ട് പിരിയുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുകൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് പത്രോസ് ഇങ്ങനെ പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ ആകെ ഭയന്നു. മേഘത്തിൽ നിന്നും ഒരു ശബ്ദവുമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ തെരഞ്ഞെടുത്തവൻ, ഇവന് ചെവി കൊടുപ്പിൻ.